ത്തിന് നയതന്ത്ര സൈനിക നടപടികളിലൂടെ ഇന്ത്യ പാകിസ്ഥാന് തക്കതായ മറുപടി നൽകിയെങ്കിലും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ വിജയത്തിന് ശേഷമുള്ള സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ ഇന്ത്യയുടെ മുഴുവൻ വികാരവും ഉൾക്കൊള്ളുന്നതാണ്. ടോസിനും മത്സരശേഷവും ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ ടീം സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറം ചില വൈകാരിക തലങ്ങളും കളിക്കാരായ തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചു. ഹസ്തദാനം വിവാദമാക്കിയ പാകിസ്ഥാന്റെ ഭീഷണി വിലപ്പോയില്ല. ഹസ്തദാന വിവാദത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. മാച്ച് റഫറി ആന്റി പെട്രോകോഫിനെ മാറ്റില്ല. വിവാദത്തിൽ റഫറിക്ക് പങ്കില്ല എന്നാണ് വിലയിരുത്തൽ. ഹസ്തദാനം വിവാദം പാകിസ്ഥാന് തിരിച്ചടിയായോ? ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കുമോ പാകിസ്ഥാൻ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ നിരീക്ഷകൻ, ഒപ്പം തന്നെ ശ്രീ രംഗനാഥൻ BCCI മാച്ച് റഫറി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഞാൻ അതിഥികളിലേക്ക് വരാം. അതിനു മുൻപ് ഞങ്ങളുടെ എൽദോ പോൾ പുതുശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. എൽദോ, വലിയ വിവാദമായി ഈ മത്സരശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ ഹസ്തദാനം നൽകാതില്ല നടപടി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അത് ICCയിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നു. മാച്ച് റഫറിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ബഹിഷ്കരണ ഭീഷണിയും ഒക്കെ മുഴക്കിയിട്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇനി എന്താണ് പാകിസ്ഥാന് മുന്നിലുള്ള വഴി? ഈ കളിയിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറമുള്ള വൈകാരിക തലങ്ങൾ ഇടചേരുമ്പോൾ എന്തൊക്കെയാണ് കായിക രംഗത്ത് സംഭവിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന് മുന്നിൽ ഇനി അധികം വലിയ പോംവഴിയൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ആൻഡി പൈക്രോഫ്റ്റിനെതിരെ അവർ അപ്പീൽ നൽകി, പക്ഷേ ICC അല്ലെങ്കിൽ ICC അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പാകിസ്ഥാന് മുന്നിലുള്ള പോംവഴി എന്താണ്? അവർ പറഞ്ഞത് ആൻഡി പൈക്രോഫിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ, മാച്ച് റഫറി സ്ഥാനം അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ ഈ ഏഷ്യ കപ്പ് അവർ ബോയ്ക്കോട്ട് ചെയ്യും, ഒഴിവാക്കും, ബഹിഷ്കരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ PCBയുടെ ചെയർമാനായിട്ടുള്ള മോഹസിൻ നഖ്വി, അദ്ദേഹം തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും മേധാവി. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് തന്നെ, അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രധാന ടൂർണമെൻ്റായിട്ടുള്ള ഏഷ്യ കപ്പിൽ അതിൻ്റെ ചെയർമാൻ തന്നെ പറയുകയാണ് ഞങ്ങൾ പിന്മാറുമെന്നും അല്ലെങ്കിൽ ബഹിഷ്കരിക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു വല്ലാത്ത തരത്തിൽ ഒരു അബദ്ധത്തിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നഖ്വിക്ക്. അതിനും അപ്പുറത്തേക്ക് ഏതാണ്ട് 140 കോടി രൂപയോളം നഷ്ടം വരും പാകിസ്ഥാന് ഇത്തരത്തിലൊരു പിന്മാറ്റമൊക്കെ ഉണ്ടായാൽ. മാത്രമല്ല ഔദ്യോഗിക സംപ്രേക്ഷകരായിട്ടുള്ള സംരക്ഷാവകാശം ലഭിച്ച ചാനലുകൾക്കും പറഞ്ഞ തുക നൽകേണ്ട സാഹചര്യവുമില്ല. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ PCBയെ സംബന്ധിച്ച് വല്ല കരുത്തുറ്റ ഒരു സംഘമല്ല. അതുകൊണ്ട് തന്നെ PCB അത്തരം ഒരു കടുത്ത നിലപാടിലേക്കൊക്കെ പോകുമോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മൊഹസിൻ നഖ്വി എന്ന് പറയുന്ന PCBയുടെ അധ്യക്ഷൻ, അദ്ദേഹം പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനി അതിനുമപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ PCBയെ നിർബന്ധിക്കുക, അതുമാത്രമാണ് അതിനുള്ള സാധ്യത കാണുന്നത്. ഇനി ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ വാദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, മത്സരത്തിന് മുമ്പ് മാച്ച് റഫറി കൃത്യമായിട്ടും ഇന്ത്യ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ടോസിൻ്റെ സമയത്ത് മാച്ച് റഫറി ആയിരുന്നില്ല ആൻഡി പൈക്രോഫ്റ്റ് പാകിസ്ഥാൻ ക്യാപ്റ്റനോട് അവിടെ ഹസ്തദാനം ഉണ്ടാകില്ല എന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഹസ്തദാനം നൽകേണ്ടതില്ല എന്നാണ് പാകിസ്ഥാൻ ടീമിൻ്റെ വിശദീകരണം. എന്താണെങ്കിലും അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണ്, അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു, ഞങ്ങൾ ഹസ്തദാനം നൽകില്ല എന്നുള്ള നിലപാട് ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ICCയുടെ നിയമപ്രകാരം, അതായത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്നുള്ള ഒരു ഭാഗം നോക്കുമ്പോൾ ICCയുടെ നിയമാവലിയിൽ അതിൽ മത്സരശേഷം, അത് തോറ്റാലും ജയിച്ചാലും ആഘോഷം പ്രകടിപ്പിക്കാം, ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും ഹസ്തദാനം നടത്തണമെന്നുള്ള ഒരു റൂളുണ്ട്. പക്ഷേ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് വിഭാഗത്തിലെ ആമുഖത്തിലാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 2.11 ഇത് പ്രകാരം ലെവൽ 1 കുറ്റകൃത്യമാണ് ഹസ്തദാനം നൽകാതിരുന്നാൽ. പക്ഷേ അപ്പോഴും എന്താണ് ഉണ്ടാവുക? പരമാവധി ഒരു താക്കീത് അല്ലെങ്കിൽ മാച്ച് ഫീയുടെ ഒരു നേരിയ തുക പിഴ ശിക്ഷ നൽകാം. ഇതിനും അപ്പുറത്തേക്ക് ഒരു പിഴയൊന്നും അല്ലെങ്കിൽ ശിക്ഷയൊന്നും നൽകാൻ കഴിയില്ല. പക്ഷേ അവിടെയും അത് സംഭവിക്കുമോ എന്ന് സംശയകരമാണ്. കാരണം നിലവിൽ ഇന്ത്യയുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള നിലപാട് തന്നെ ICC സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. പാകിസ്ഥാൻ ഇത് വ്യക്തമായ തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാന് ഇത് ലോകത്തിന് മുന്നിൽ വലിയ ക്ഷീണമായി. പക്ഷേ അപ്പുറത്തേക്ക്
ചോദ്യങ്ങൾ വരുന്നത് ഇത്തരത്തിലൊരു ഹസ്തദാനം നൽകാതെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി വിമർശനം ഉയർത്താത്ത തരത്തിൽ ഈ മത്സരം തന്നെ ഇന്ത്യക്ക് ഒഴിവാക്കി കൂടായിരുന്നോ എന്നുള്ള ചോദ്യം മാത്രമാണ് നിലവിൽ ഇന്ത്യൻ ആരാധകരുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് നിരീക്ഷകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ടീം എന്താണ് അവരുടെ നിലപാട് എന്നത് ക്യാപ്റ്റൻ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയ സാഹചര്യവുമുണ്ട്. തുടരുക എൽദോ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുകയാണ്. ആദ്യം ശ്രീ രംഗനാഥൻ, ഇവിടെ ഇപ്പോൾ എന്താണ് അങ്ങനെ മത്സരശേഷം പഹൽഗാം പരാമർശിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്നത് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. അതിനുശേഷം പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആ കളിക്കളത്തിൽ തിരിച്ചടി നേരിട്ടു. മത്സരം ഫലം അവർക്ക് എതിരായിരുന്നു. അതിനുശേഷമുള്ള ഇന്ത്യൻ താരങ്ങളുടെ നടപടി അവർക്ക് നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു. അതിനുശേഷം അതിനെതിരെ പ്രതികരിക്കാൻ അവർ തീരുമാനിച്ചു. മാച്ച് റഫറിക്കെതിരെ അവർ പരാതിപ്പെട്ടു. അതിലും അവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത്. പാകിസ്ഥാന് എല്ലാം കൊണ്ടും നാണക്കേടായി മാറിയോ ഏഷ്യാ കപ്പിലെ ആ മത്സരം? തീർച്ചയായിട്ടും ഒരു കാര്യം, കാരണം ഈ മത്സരം ഞാൻ ബഹിഷ്കരിച്ചിരുന്നു. കാരണം ഇന്ത്യ കളിക്കാൻ പോയത് തന്നെ എന്റെ വ്യക്തിപരമായിട്ടൊരു കാര്യമാണ്. എങ്കിലും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വളരെ കീനായിട്ട് ഫോളോ ചെയ്തിരുന്നു. എങ്കിലും ഇന്ത്യ ആദ്യം കളിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കളിച്ച സാഹചര്യത്തിൽ ഈ ഹസ്തദാനം എന്നുള്ളത് ഒരു നിയമത്തിലും പറയുന്നില്ല. അത് ഇന്ത്യ എടുത്തൊരു തീരുമാനം വളരെ ഗംഭീരമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പഹൽഗാം ഇൻസിഡന്റിന് ശേഷം ഇപ്പൊ ഇവർ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ പാകിസ്ഥാൻ ഇപ്പൊ വീരവാദം ഉറക്കുന്നുണ്ട്. ഈ ഷാഹിദ് അഫ്രീദിനെ പോലെയുള്ള മുൻ കളിക്കാരനും നായകനും ഒക്കെ ആ യുദ്ധം ഉണ്ടായപ്പോഴും അതിനുശേഷവും ഇപ്പൊ ഈ കളിയുടെ ഇടയ്ക്ക് തന്നെ നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ വളരെ വളരെ മോശമായിരുന്നു. പക്ഷെ ഇന്ത്യ എടുത്ത തീരുമാനം ഹസ്തദാനം നൽകാതെ ടോസിന് ശേഷവും അതിനുശേഷം ഇന്ത്യ വളരെ ഗംഭീരമായിട്ട് ആ വിജയം നേടിയതിനു ശേഷം സൂര്യകുമാർ യാദവിന്റെ ആ ഒരു സംഭാഷണവും എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ പാകിസ്ഥാന് ഒരു മറുപടി നൽകി എന്ന് വേണം പറയാൻ. അത് കളിയുടെയല്ല, അത് മാത്രമല്ല ആ ഒരു പ്രവൃത്തി അത് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും അതിന് അർഹിക്കുന്നില്ല. ഈ കളിയായാലും ഈ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് അവർ അർഹിക്കാത്ത ഒരു കാര്യങ്ങളില് ഇന്ത്യൻ ടീം എടുത്ത നിലപാട് അത് തീർത്തും BCCIയുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അവർ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്രീരംഗനാഥൻ, ഇപ്പോൾ BCCIയുടെ അനുമതി എന്ന് പറയുമ്പോൾ തന്നെ മറിച്ചുള്ള വേർഷനുകളുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കളിക്കാർ അതിന് സമ്മർദ്ദപ്പെട്ടോ, അങ്ങനെ ഒരു സമ്മർദ്ദം കളിക്കാരുടെ മുകളിൽ ഉണ്ടായോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. അല്ല, കളീനെ നയിപ്പിച്ച ആരാണ്? അത് സൂര്യകുമാർ യാദവാണ്, ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ. BCCI എടുത്ത നിലപാട് BCCIയുടെ മാനേജർ, അതായത് BCCIയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മാനേജർ ടീമിനൊപ്പം ഉണ്ട്. അത് മാത്രമല്ല ഗൗതം ഗംഭീർ എന്നുള്ള പരിശീലകനുണ്ട്, ഒരു ടീം മാനേജ്മെന്റ് ഉണ്ട്. അവരെടുത്ത ഒരു തീരുമാനമാണ് ക്യാപ്റ്റനിലൂടെ അത് പുറത്തു വന്നത്. അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കളിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല, ഈ കളിച്ച എതിരാളികളാണ് നമുക്ക് മുഖ്യം. അപ്പൊ കളിച്ചത് തെറ്റ്, കളിച്ചതിന് ശേഷം ഇന്ത്യ വിജയിച്ചു. ആ വിജയത്തിന് നല്ലൊരു മറുപടി. അത് ഹസ്തദാനമല്ല, അത് ഈ 140 കോടി ജനങ്ങൾ കേൾക്കെ തന്നെ ഇന്ത്യൻ നായകൻ പറഞ്ഞതിന്റെ ആ ഒരു ഉൾക്കൊള്ളേണ്ട ആ ഒരു നിലപാട് അത് തീർത്തും നമുക്ക് പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളല്ല, അവര് ബോയ്ക്കോട്ട് ചെയ്യും അല്ലെങ്കിൽ നിയമം, ഇതെന്താണ്, എവിടെയാണ് ഈ റൂള് പറഞ്ഞിരിക്കുന്നത്? ഹസ്തദാനം നടത്തണമെന്ന് ഒരു റൂളും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്ന് തന്നെ റൂള് പറയുന്നില്ല. കളി കഴിഞ്ഞു, മാന്യതയാണ്. തീർച്ചയായിട്ടും അവർ കളി ജയിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവ് വിന്നിംഗ് ഷോട്ട് അടിച്ചതിന് ശേഷം ശിവൻ ദുബെ ആയിട്ട് അവര് നടന്നു വന്ന ഒരു രംഗം അത് നമ്മുടെ മനസ്സിലുണ്ട്. അത് വിജയിച്ചതിന്റെ ഒരു ആഘോഷമാണ്. അതല്ലാതെ പാകിസ്ഥാൻ പ്ലേയേഴ്സിന് പോയിട്ട് വീണ്ടും ഹസ്തദാനം നടത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതൊന്നും ഒരു നിയമവും പറയുന്നില്ല. പിന്നെ ഈ പാകിസ്ഥാൻ പൈക്രോഫ്റ്റ് എന്നുള്ള മാച്ച് റഫറിനെ കളിക്കുക, ഇനി മാറ്റണം. ഇതൊന്നും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഏഷ്യ കപ്പ് പാകിസ്ഥാൻ മാറി നിൽക്കുന്നു പറയും. അത് എന്തുകൊണ്ടാണ്? അവർക്ക് കളിച്ചാൽ ജയിക്കാനുള്ള ഒരു കരുത്തില്ല. ഇപ്പൊ തന്നെ തോറ്റ ഒരു ടീമായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഈ ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം ജയിച്ചപ്പോഴും പാകിസ്ഥാനിലെ ഷാഹിദ് അഫ്രീദിനെ പോലെയുള്ളവർ വിജയാഘോഷം നടത്തി. അപ്പൊ അതിലിപ്പോ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ 3 വിക്കറ്റ് നേടി, ഇതാണ് അവരുടെ ഒരു വിജയം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ നോക്കുന്നത്. എന്തായാലും ഈ കാര്യമൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല.
ശരി, എന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നത് നിയമാവലിയിൽ ഉൾപ്പെടുന്ന കാര്യമല്ല എന്നതാണ് BCCIയുടെ മാച്ച് റഫറി കൂടിയായ രംഗനാഥൻ അതിൽ കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, പഹൽഗാം ഇന്ത്യയുടെ വലിയ മുറിവ് തന്നെയായിരുന്നു. പക്ഷേ അതിന് നമ്മൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത് വീണ്ടും കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടിയുണ്ടായിരുന്നു. ഇന്ത്യ കളിക്കാൻ എടുത്ത തീരുമാനം, പാകിസ്ഥാനുമായി കളിക്കളത്തിൽ യോജിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം അത് മാറ്റി കളിക്കളത്തിലെത്തുമ്പോൾ അവിടെ ഈ വൈകാരിക പ്രകടനം ആവശ്യമുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ രംഗനാഥൻ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ് ഞാൻ. ഓഫ് കോഴ്സ് ക്രിക്കറ്റ് കളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ലൂസ് ഔട്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗുരുതുല്യനാണ്, ഗുരുവാണ്. അതുകൊണ്ട് വലിയൊരു സന്തോഷം രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ICC റൂൾസിലൊക്കെ പറയുന്നത് കോണ്ടാക്ട് ദാറ്റ് ഈസ് കോൺട്രറി ടു ദി സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റ്, ഇങ്ങനെയാണ് ഒരു ടെർമിനോളജി അതിനകത്ത് വരുന്നത്. അതിൻ്റെ താഴെ ഇത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഈ ഷേക്ക് ഹാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി അല്ല, ഇറ്റ്സ് എ ലോങ് സ്റ്റാൻഡിങ് ജെസ്ചർ എന്നുള്ളതാണ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു പൊസിഷൻ. ഇപ്പൊ ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ഈ മാച്ച് കളിക്കരുത്, അതിനെതിരെ ട്വിറ്റർ ക്യാമ്പയിൻ അടക്കം ഒരുപാട് കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായി ചെയ്തിരുന്നു. എന്നാൽ വേറെ ചില ആൾക്കാർ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് എടുത്തു. ഇന്ത്യ ഒരു ബാലൻസ്ഡ് പൊസിഷൻ എടുത്ത് നമ്മൾ കളിച്ചു. എന്നാൽ കളിക്കുമ്പോഴും നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ ഉയർന്നു നിൽക്കേണ്ട രാജ്യസ്നേഹം എന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ പാട്രിയോട്ടിക് സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു മെസ്സേജും കൂടെ കൊടുക്കുകയുണ്ടായി. നമ്മൾ ആ മാച്ചിൽ നിന്ന് മാറിപ്പോവുകയല്ല ചെയ്തത്. ഇപ്പം മുമ്പ് ഷാഹിദ് അഫ്രീദി കൂടി പങ്കെടുത്ത ആ സീനിയേഴ്സ് ലീഗ് എന്ന കാര്യം അഫ്രീദി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് യുവരാജ് സിംഗ് അടക്കമുള്ളവർ ക്യാൻസൽ ചെയ്തത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധാരണക്കാരനല്ല, അഫ്രീദിയുടെ ചില പ്രസ്താവനകൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മാത്രമല്ല അഫ്രീദിയെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻകാരും ചിരിച്ചു കാണും. ഈ പഹൽഗാമിന് ശേഷം അഫ്രീദി അവിടെ ഒരു വിക്ടറി റാലി നടത്തി. അതായത് പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞൊരു വിക്ടറി റാലി നടത്തി. എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് പറഞ്ഞാണ് അഫ്രീദിയോട്, മോനെ ഓവർ ആക്കരുതേടാ, ഇങ്ങനെ ഓവർ ആക്കിയാൽ നമ്മുടെ നാട്ടുകാർ തന്നെ ചിരിക്കും എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞാണ്. അപ്പം അഫ്രീദിക്ക് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ ഒന്നും ഉണ്ടാകാൻ തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്, അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശം. ഇപ്പോഴും പൊളിറ്റിക്സ് പറയുന്നുണ്ട് രാഹുൽ. മോദിയുടെ ഹിന്ദു മുസ്ലിം കാർഡാണ് ഈ കണ്ടത് എന്നതാണ് അഫ്രീദി ഈ വിഷയത്തിൽ പറയുന്നത്. രാഹുലിനെ പുകഴ്ത്താനും മറക്കുന്നില്ല. ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം, അഫ്രീദി വളരെ ഔട്ട്സ്പോക്കൺ ആണ്. അഫ്രീദി പലതവണ പാകിസ്ഥാനെ വിമർശിക്കുന്നുണ്ട്. ഈ കാശ്മീർ വിഷയം പാകിസ്ഥാൻ ഇങ്ങനെ അല്ല ഡീൽ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അഫ്രീദി അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഔട്ട്സ്പോക്കൺ ആയിട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതെയും പറയുന്നുണ്ട്. ഇനി അഫ്രീദി കോവിഡിന്റെ കാലഘട്ടത്ത് എനിക്കൊന്ന് സിന്ധ് റീജിയനിലാണ്, അവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയി അഫ്രീദിയുടെ ഫൗണ്ടേഷനിൽ നിന്ന് കുറെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അഫ്രീദി അവിടെ വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്ന ഔട്ട്സ്പോക്കൺ ആയ ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ നേതാക്കളോടും വലിയ ആത്മബന്ധമാണ്. ശ്രീ അനുരാഗ് താക്കൂറിനോടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് അഫ്രീദി സൂക്ഷിക്കുന്നത്. പക്ഷെ അഫ്രീദിയുടെ ഔട്ട്സ്പോക്കൺ നേച്ചർ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തൊരു അവസരത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് അനുരാഗ് താക്കൂറിനോടൊപ്പം വെക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ വൈറലാകുന്നത്. അനുരാഗ് താക്കൂറും അഫ്രീദിയും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ പലരോടും കാണും. പക്ഷേ പഹൽഗാം ആക്രമണത്തിൽ നമുക്കാണ് നഷ്ടം ഉണ്ടായത്. നമ്മുടെ 26 സഹോദരങ്ങളാണ് മരിച്ചത്, അല്ലെങ്കിൽ 28 സഹോദരങ്ങളാണ് മരിച്ചത്. അപ്പൊ അതിനുശേഷം സ്പോർട്സിന്റെ തലത്തിലും ഒരു സിംബോളിക് മെസ്സേജ് കൊടുക്കുക. ആ സിംബോളിക് മെസ്സേജ് ശക്തമായിട്ട് കൊടുത്തു. രാഹുൽ, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനുമായി കളിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് ആ ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. അത് നടപ്പിലാക്കി. പിന്നീട് അത് വിഡ്രോ ചെയ്തുകൊണ്ടാണല്ലോ ഏഷ്യ കപ്പിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ അത് ആവശ്യമുണ്ടോ? അല്ല, അവിടെ പ്രശ്നം അനുരാഗ് താക്കൂർ വളരെ പ്രസക്തമായി എല്ലാവർക്കും വേണ്ടി ചോദിച്ചു. അതായത് നമ്മൾ അങ്ങനെ വിഡ്രോ ചെയ്താൽ ഗുണം പാകിസ്ഥാനല്ലേ, നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവും, നമ്മുടെ ക്രിക്കറ്റിനും മറ്റും നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവും. ഇതൊരു ടഫ് കോളാണ്. ഇത് രണ്ട് ഭാഗത്തെയും ഒരു പ്രത്യേക പരിധിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാർ കണ്ണടച്ച് പറയും ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്, ഇതിൽ രാഷ്ട്രീയം ഒന്നും കലരണ്ടെന്ന് പറയും. മറുഭാഗം പറയും എന്ത് രാഷ്ട്രീയമാണ്, നമ്മുടെ ആൾക്കാരുടെ ജീവൻ പോകുമ്പോൾ അതിനെ നമുക്ക് ആ സെന്റിമെന്റ്സിനെ വാല്യൂ ചെയ്തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റും BCCIയും വളരെ ആലോചിച്ചു. പ്രത്യേകിച്ച് ജയ്ഷായെ പോലെ അമിത്ഷാജിയുടെ മകനൊക്കെയാണ് അതിനെ ഹെഡ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നത്, ICC അടക്കമുള്ള കാര്യങ്ങളെ. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടൊരു നിലപാടെടുത്തു, കളിക്കാം. എന്നാൽ കളിക്കുമ്പോഴും രാഹുൽ, ഇതൊരു മാച്ച് ഫിക്സിംഗ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്. ഇപ്പോ ജയിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായി. മറിച്ചായിരുന്നു റിസൾട്ട് എങ്കിൽ എന്തായിരുന്നേനെ ഫലം? അപ്പോ എങ്ങനെയാണ് ഇത് ആ രീതിയിൽ ഒരു മറിച്ചാണെങ്കിലും കൈ കൊടുക്കില്ല. മറിച്ച് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മളൊരു മാച്ച് 10-0 പാകിസ്ഥാനോട് തോറ്റു. അതായത് പാകിസ്ഥാൻ 10 വിക്കറ്റ് ബാബർ ആസം ഒക്കെ അടിച്ചു ജയിച്ചൊരു മാച്ചുണ്ട്. കോഹ്ലി അതിനുശേഷം ചെന്ന് വളരെ ചിരിച്ച സന്തോഷത്തോടു കൂടി തന്നെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് വന്നു. അത് ഇന്ത്യയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നന്മയാണ്. അന്ന് പഹൽഗാം ഒന്നുമില്ല.
പാകിസ്ഥാൻ നന്നായി കളിച്ചാൽ നമുക്ക് അവരുടെ എത്രയോ നല്ല പ്ലേയേഴ്സിനെ ഇഷ്ടമാണ്. ഒരു വാസിം അക്രത്തിനെയും വക്കാർ യൂനിസിനെയും ഇഷ്ടമില്ലാത്ത ആര് കാണും? അവര് നമ്മുടെ എതിരാളിയാവുമ്പോൾ നമ്മളതിനെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു എതിരാളികളാണ്. അല്ലെങ്കിൽ വാസിം അക്രം ആവട്ടെ, അഫ്രീദിയുടെ ആ 36-37 ബോളിലെ സെഞ്ചുറി നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ? പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഹൈ ആണ്. പക്ഷേ ഇത്തരം ആൾക്കാർ മരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ സൂര്യകുമാർ യാദവിന്റെ ആ പ്രസ് മീറ്റ് കാണണം. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും കണ്ടുപിടിക്കേണ്ടതാണ്. വളരെ മെഷേർഡായി, ഒട്ടും ഓവറാക്കാതെ, മിതത്വത്തോടെ, എന്നാൽ ശക്തിയുക്തം അദ്ദേഹം ആ മറുപടി പറഞ്ഞത് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും പാഠം പോലും ആക്കണം. അപ്പം വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇന്ത്യ റെസ്പോൺസ് കൊടുത്തു. അത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യണം. ശരി, കളിക്കളത്തിലുമുള്ള ഇന്ത്യയുടെ മറുപടി എന്ന നിലയിലാണ് രാഹുൽ അതിനെ കാണുന്നത്. ശ്രീ രംഗനാഥൻ, നമ്മൾ ഇന്ത്യക്കാർ എന്നതിനപ്പുറം താങ്കൾ സ്പോർട്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തി കൂടിയാണല്ലോ. നോക്കൂ, ഈ പ്രിയാമ്പിൾ തന്നെ, ക്രിക്കറ്റിന്റെ പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം കളിക്കാർ തമ്മിലുള്ള, ടീമുകൾ തമ്മിലുള്ള റെസ്പെക്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബൈ യുവർ ഓൺ കോണ്ടക്ട് ആൻഡ് encourage others to do the likewise. Show self-discipline even when things go against you. Congratulate the opposition on their success and enjoy those of your own team. അങ്ങനെ നിർദ്ദേശങ്ങളായി നിയമാവലിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ പ്രിയാമ്പിളിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു കീഴ്വഴക്കമാണ്, എല്ലാവരും പാലിച്ചു പോർന്നിട്ടുള്ളതാണ്. എത്ര കടുത്ത മത്സരങ്ങളും എത്ര ബദ്ധവൈരികളായ രാഷ്ട്രങ്ങൾ ഏറ്റുമുട്ടിയാലും ഇതൊക്കെ കീഴ്വഴക്കമായി കൊണ്ടുവന്നിരുന്നതാണ്. അവിടെ നിന്നാണ് ഇന്ത്യ ഈ രീതിയിൽ ഒരു മാറ്റം സൃഷ്ടിച്ചിരിക്കുന്നത് കളിക്കളത്തിൽ. അത് ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നുണ്ട്. ഈ കോഡ് ഓഫ് കണ്ടക്റ്റില് ഓൺ ദ ഫീൽഡ്, ഓഫ് ദ ഫീൽഡും ബാധകമാണ്. ഈ കോഡ് ഓഫ് കണ്ടക്റ്റിൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവര് കളിക്കളത്തിൽ ഇന്ത്യ ടീം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ്. ഓവറായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. പാകിസ്ഥാന്റെ ഓരോ വിക്കറ്റ് നേടിയപ്പോഴും ഇന്ത്യ വളരെ മികച്ച രീതിയിൽ അവര് എൻകറേജ് ചെയ്തു. ക്യാപ്റ്റൻ ആയാലും പ്ലെയേഴ്സ് ആയാലും അവരത് ആസ്വദിക്കുന്നുണ്ട്. തിരിച്ച് ഇന്ത്യ ആ വിന്നിംഗ് ഷോട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, സൂര്യകുമാർ യാദവ് 6 അടിച്ചിട്ട് അവര് ശിവം ദുബൈയായിട്ട് വരുന്നപ്പോഴും ആ പ്ലേയേഴ്സ് തമ്മിൽ അവര് അത് എൻകറേജ് ചെയ്തു. അത് മാത്രമല്ല അവര് തമ്മിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കൺഗ്രാലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എതിരാളികളെ പോയിട്ട് നമ്മൾ കൺഗ്രാലേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബാഡ് ലക്ക് എന്ന് പറയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ. അപ്പൊ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പക്ഷെ വഴക്കായിട്ട് വരാം. ഒരുപക്ഷെ നമ്മള് ഹസ്തദാനത്തിന്റെ ഇടയ്ക്കായിരിക്കും ഏതെങ്കിലും പാകിസ്ഥാൻകാരൻ, അവർക്ക് ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം, നമ്മൾ ഹസ്തദാനം നടത്തിയെന്നിരിക്കെ അതിനിടയ്ക്ക് ഒരു വഴക്കുണ്ടാവും. അവിടെയാണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് വരുന്നത്. അതല്ലാതെ ഇപ്പൊ ഒരു ഹസ്തദാനം നടത്താതെ ഇന്ത്യൻ ടീം അവര് ഭംഗിയായിട്ട് തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വന്നു, കഥവടച്ചു. സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ മാധ്യമ ആ സംഭവത്തില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് കൺവേ ചെയ്തു. അതാണ് ഒരു ശ്രീ രംഗനാഥൻ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നോക്കൂ, നമ്മൾ കളിക്കളത്തിൽ അവരുടെ നേട്ടങ്ങളിൽ എങ്ങനെ പെരുമാറിയെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. ഈ പ്രിയാമ്പിളിൽ അവസാനമായി പറയുന്നുണ്ട്, താങ്ക് ദ ഒഫീഷ്യൽസ് ആൻഡ് യുവർ ഒപ്പോസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ മാച്ച് വാട്ട് എവർ ദ റിസൾട്ട്. അപ്പോൾ അത്രയും നേരം ആ രീതിയിൽ കോഡ് ഓഫ് കോണ്ടക്ട് പാലിച്ച ഇന്ത്യൻ താരങ്ങൾക്ക് എന്തുകൊണ്ട് അവസാനം ഇതുകൂടി പൂർത്തിയാക്കിക്കൂടായിരുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ചെയ്തതുപോലെ സമാനമല്ലേ കളിയുടെ അവസാനം ഒരു ഹസ്തദാനം കൊടുത്ത് പിരിയുക എന്നതും? അല്ല, ഹസ്തദാനം അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഓപ്പോസിഷൻ ടീമിനെ താങ്ക് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്യാപ്റ്റൻ വന്ന് തീർച്ചയായിട്ടും മാധ്യമങ്ങളിലൂടെ തന്നെ അത് ആ തോപ്പിച്ചതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയുണ്ടായി. അതാണ് അതിന്റെ ഒരു രീതി. അതല്ലാതെ പോയിട്ട് അയ്യോ ഹാർഡ് ലക്ക് ബാഡ് ലക്ക് എന്നൊന്നും പാകിസ്ഥാൻ ടീമിൽ പ്രതീക്ഷിക്കുന്നു. സൂര്യകുമാർ എവിടെയാണ് പാകിസ്ഥാനെ താങ്ക് ചെയ്യുക അങ്ങനെ? അല്ല, ഇന്ത്യയുടെ വിജയത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ? അല്ലല്ല, ഇന്ത്യയുടെ വിജയത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വിജയത്തെ കുറിച്ച് പറഞ്ഞു. അത് ആവശ്യം ഈ 140 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെ. അല്ലാതെ പാകിസ്ഥാൻ ടീമിന് ബാഡ് ലക്ക്. ഇനിയും കളിയുണ്ടല്ലോ, ഇനിയും കളിയുണ്ട്. ഇനിയും പാകിസ്ഥാൻ ഇപ്പോ ടീമിൽ നിന്ന് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. അവർക്ക് ഇനിയും വിജയിച്ച് ഇന്ത്യയായിട്ട് ഫൈനൽ ഏറ്റുമുട്ടാം. അപ്പൊ അതിനുള്ള ഒരു സാധ്യതയുള്ള ഒരു ടീമായിട്ട് ഞാൻ പാകിസ്ഥാനെ കാണുന്നില്ല. പക്ഷെ ക്രിക്കറ്റ് ആണ്, കളിയാണ്. വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വാശിയേറിയ ഒരു മത്സരമായിരിക്കും. ആ മത്സരം നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അവിടെയൊന്നും ഈ ഹസ്തദാനത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ശ്രീ രാഹുലേക്ക് ഞാൻ അതിന്റെ ഒരു കാര്യം തന്നെ ആഡ് ചെയ്തോട്ടെ. അതായത് ഈ ക്രിക്കറ്റ് ജെന്റിൽമാൻസ് ഗെയിമാണ്.
അത് കഴിഞ്ഞ് താങ്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ സ്പിരിറ്റ് ഇപ്പൊ ഫുട്ബോൾ പോലെ അമിതാവേശത്തിൽ പരസ്പരം ഇടികൂടുകയോ ഒന്നും ചെയ്യരുത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് മീനിങ്ങുമാണ്. ഇംഗ്ലണ്ട് അടക്കമുള്ള സാഹചര്യങ്ങളിൽ വളർന്ന ഗെയിംസ് ആണല്ലോ. അപ്പൊ അവിടെ ഈ സോക്കർ ഓവർ പാഷൻ അല്ലെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ഓവർ പാഷനേറ്റും ക്രിക്കറ്റ് എന്നും ജെന്റിൽമാൻലി ഗെയിമും. അതുകൊണ്ടാണ് പഴയ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് കളിക്കാരെ തമാശയായിട്ട് പറയും, വിക്കറ്റ് പോയാലും ഔട്ട് ആയാലും ഇങ്ങനെ കൈയടിച്ച് മറ്റേ ക്വീൻസിന്റെ കൈയടി മാത്രമാണ് ഇംഗ്ലണ്ടുകാർ ചെയ്യുന്നത്. നമ്മൾ ഏഷ്യക്കാരാണ് ഇതിലേക്ക് പാഷൻ കൊണ്ടുവരുന്നത്, ഇമോഷൻ കൊണ്ടുവരുന്നതെന്ന് പറയും. അപ്പൊ ഒരു കൺട്രോൾഡ് അഗ്രഷൻ ഒക്കെ നല്ലതാണ്. പണ്ട് നമുക്ക് ഓർമ്മ കാണും നമ്മുടെ ആമിർ സുഹേലിനെ വെങ്കടേഷ് പ്രസാദ് വേൾഡ് കപ്പിൽ ബൗൾഡ് ആക്കുന്ന അടക്കം നമുക്ക് ഇന്നും രോമാഞ്ചം നൽകുന്ന രംഗങ്ങളാണ്. അപ്പം ഇതിന് കൈ കൊടുക്കണം എന്ന് ലിഖിതമായ നിയമമില്ല. അലിഖിതമായി പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക, വിക്ടറി ആൻഡ് ഫെയിലിയറിലെ ഇക്വാനിമിറ്റിയോട് എടുക്കുക തുടങ്ങിയ അർത്ഥങ്ങൾ മാത്രമേ ശരി രാഹുൽ, അവിടെ ഞാനൊന്ന് ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഈ മത്സരം കളിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ കളിക്കാൻ പോകുന്നത്? നമ്മുടെ താങ്കളുടെ ഗുരുവായ രംഗനാഥൻ സാർ പോലും ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു ഈ മത്സരം. അപ്പോൾ അങ്ങനെ ബഹിഷ്കരിച്ച ഒരുപാട് പേരുണ്ട്. അത് മത്സരിച്ച ഇന്ത്യൻ ടീം പോയത് ഇഷ്ടപ്പെടാത്ത ഒരുപാടുണ്ട്. അതിന്റെ വിമർശനം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചവരൊക്കെയുണ്ട്. അപ്പോൾ രാഹുലിന്റെ നിരീക്ഷണം അക്കാര്യത്തിൽ എന്താണ്? ഇന്ത്യ ഈ മത്സരം ഒഴിവാക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? അതാവുമ്പോൾ കുറച്ചുകൂടി ശക്തമായ ഒരു മറുപടി ആകുമായിരുന്നില്ലേ പാകിസ്ഥാൻ? അല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമുണ്ട്, ശക്തമായ മറുപടി കൊടുക്കണം, പാകിസ്ഥാനെ ഡിസെൻഗേജ് ചെയ്യണം, ഓസ്ട്രസൈസ് ചെയ്യണം, ഒറ്റപ്പെടുത്തണം. പക്ഷെ ചില വേദികളിൽ നിന്ന് നമ്മൾ മാറിയാൽ നമുക്കല്ലേ നഷ്ടം? നമ്മൾ അതും കൂടെ നോക്കട്ടെ. ഇതൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും കൂടെ അല്ലേ? ഒരുപാട് കാര്യങ്ങളിലെ ന്യൂആൻസ് ഇല്ലേ? ഇപ്പം മുംബൈ തീവ്രവാദി ആക്രമണം നടന്നു, അതിനുശേഷം നമ്മൾ ക്രിക്കറ്റ് അടക്കമുള്ള പല കാര്യങ്ങളും റിവൈവ് ചെയ്തില്ലേ? നമുക്ക് എനിക്കൊന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അത് ഏറ്റവും നന്നായി പറഞ്ഞത്. നമുക്ക് അയൽക്കാരെ ചൂസ് ചെയ്യാൻ കഴിയില്ല. പാകിസ്ഥാൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ അയൽ രാജ്യമാണ്, അത് മാറാൻ പോണില്ല. നമുക്ക് പാകിസ്ഥാനോട് മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുമ്പ് വാജ്പേയി സർക്കാരും പിന്നെ മൻമോഹൻ സിംഗ് സർക്കാരും മോദി സർക്കാരും ഒക്കെ പരമാവധി ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സാക്ഷാൽ നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ അമ്മയ്ക്ക് ദുപ്പട്ട അടക്കം മേടിച്ചു കൊണ്ടുപോവുകയും അവരുടെ കാലിൽ തൊട്ട് തൊഴുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്, അത് നമ്മുടെ നന്മയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ മരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ റിയാക്ഷൻ സ്പിരിറ്റ് വരില്ലേ? അവിടെയാണ് ഇന്ത്യ എടുത്തത് ഒരു ബാലൻസ്ഡ് പൊസിഷനാണ്. നമ്മൾ തെളിക്കളഞ്ഞില്ല, എന്നാൽ ഓവറായിട്ട് അവരെ ബാലൻസ്ഡ് പൊസിഷൻ എന്നതാണ് രാഹുൽ സൂചിപ്പിക്കുന്നത്. ശ്രീ രംഗനാഥൻ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത യുഎക്കെതിരായ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുമായുള്ള മത്സരത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം അവർ ബഹിഷ്കരിച്ചിരുന്നു. ഇനിയുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് എത്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാകും? അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ തള്ളിയിരിക്കുന്നു. പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെട്ടിരിക്കുന്നു. ഇന്ത്യ കളിക്കളത്തിലും അതിനുശേഷവും മറുപടി നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ബഹിഷ്കരണം എന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് കഴിയുമോ ഇനി? അല്ല, കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ നഷ്ടം അവർക്ക് തന്നെയാണ്. എത്ര ഈ ICCയുടെ ഫണ്ടിങ് കൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു നേരമെങ്കിലും അവർ ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പൊ ഈ ICC പാകിസ്ഥാനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പൊ കളിക്കാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഫൈനും കാര്യങ്ങളും ആവും. ക്രിക്കറ്റ് അതോടുകൂടി പാകിസ്ഥാനിൽ ഇല്ലാതെയാവുന്ന ഒരു കാഴ്ചപ്പാടിലോട്ടായിരിക്കും. എന്തിനാണ് അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലേ? ഇപ്പൊ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തുകൊണ്ട് അവർ വീണ്ടും കളിക്കുന്നില്ല? അവരെന്തിനാണ് ഈ ബഹിഷ്കരിക്കുന്നത്? അപ്പൊ നാണം കെട്ടല് വീണ്ടും നാണം കെടുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. ഈ ഹസ്തദാനത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ രീതിയിലും ഒരു എതിർചേരിയിൽ നിൽക്കുന്നവരാണ്. നമ്മളിപ്പോ ഒരു IPL മത്സരത്തില് ഹർഭജനും ശ്രീശാന്തുമായിട്ട് ഹസ്തദാനത്തിന്റെ സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇന്ത്യൻ ടീം പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി. ഇന്ത്യൻ ടീം ഇനിയൊരു പാകിസ്ഥാനുമായിട്ട് ഒരു രീതിയിൽ ഒരു ബന്ധവും വേണ്ട എന്നുള്ള രീതിയിലാണ് അവര് ഹസ്തദാനം ഒഴിവാക്കിയത്. രംഗനാഥൻ, അവിടെ മറ്റൊരു ഇതും കൂടി ഉണ്ട്. ഈ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനലിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റിൽ നിന്ന് നമ്മൾ സമ്മാനം ഏറ്റുവാങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊരു ഭീഷണി കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ ഇന്ത്യക്കും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാനാകുമോ? അല്ല, തീർച്ചയായും ഇന്ത്യക്കെന്നും ഇന്ത്യൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ഇപ്പൊ ACBയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡിന്റെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും ചെയർമാനാണ് ഇത് ട്രോഫി നൽകുന്നതെങ്കിൽ ട്രോഫി നിലത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇന്ത്യൻ ടീം അത് സ്വീകരിക്കാതെ ഇരിക്കാം. അതൊക്കെ ഇന്ത്യയുടെ മാനേജ്മെന്റ്, അതായത് വളരെ ശക്തമായിട്ടൊരു ബോഡിയുണ്ട് BCCI, അവര് വ്യക്തമായിട്ടൊരു നിലപാടിലോട്ട് പോകും. അതല്ലാതെ ഇപ്പൊ ഈ രീതിയിൽ ഒരു ഹസ്തദാനം നടത്തിയില്ല, അതുകൊണ്ട് പാകിസ്ഥാൻ ഏഷ്യ കപ്പ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നഷ്ടം.
അവര് ശരി വീണ്ടും ശരി അവരെ എന്തായാലും ആ നഷ്ടങ്ങൾ പാകിസ്ഥാൻ ഒരു കാര്യം ഏറ്റുവാങ്ങുമോ? ഈ പെട്ടെന്ന് ആഡ് ചെയ്തോട്ടെ, ബഹിഷ്കരണ ഒറ്റ കാര്യം ആ മാത്രം. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഏകദേശം ചില മാധ്യമങ്ങൾ 50 എന്ന് പറയുന്നു, ചിലത് 70 എന്ന് പറയുന്നു. ഈ ICSEയുടെ 50 മുതൽ 75 മുതൽ ശതമാനം റവന്യൂ വലിയൊരു ഭാഗം ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് അഹങ്കാരമായിട്ട് പറയല്ല. അപ്പോൾ BCCIക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മുടെ സെന്റിമെന്റ്സ് അവരും കൂടി അല്ലെങ്കിൽ ലോകം കൂടി അംഗീകരിക്കണം. ശരി എന്തായാലും കാത്തിരിക്കാം. പാകിസ്ഥാൻ ഇതിനപ്പുറം എന്തെങ്കിലും പ്രതിഷേധം ഈ വിഷയത്തിൽ സാധ്യമാകുമോ, ബഹിഷ്കരണത്തിലേക്ക് പോകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ കളിക്കളത്തിലും പാകിസ്ഥാന് ഇന്ത്യയുടെ മറുപടിയാണ് സൂര്യകുമാർ യാദവും ടീമും നൽകിയിരിക്കുന്നത്. അത് ആ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട് കായിക പ്രേമികളും. ഒപ്പം തന്നെ പഹൽഗാമിൽ ഇന്ത്യൻ രക്തത്തിന് ഇന്ത്യ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ കൂടി കാണുകയാണ് കായിക ലോകവും ഈ ഹസ്തദാനം ഒഴിവാക്കിയ നടപടിയെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. ഇടവേളയ്ക്ക് ശേഷം Q18 കാണാം.